അവസാന നിമിഷം വരെയും തുടർന്ന് അനിശ്ചിതത്വവും ആശങ്കയും വഴിമാറിയിരിക്കുകയാണ്. ഗാസയിൽ സമാധാനത്തിന് വെളിച്ചം തെളിയുകയാണിപ്പോൾ. ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45 മുതൽ പ്രാദേശിക സമയം നോക്കിയാൽ രാവിലെ 11:15 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയുണ്ടായി. 15 മാസം നീണ്ട യുദ്ധത്തിന്റെ കെടുതികളും ഇനി ബാക്കിയായി അവശേഷിക്കുകയാണ്. ഒരു ബന്ദിയെ ഹമാസ് മോചിപ്പിക്കുമ്പോൾ 30 തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണമെന്നാണ് കരാറിൽ പറയുന്നത്. 3 യുവതികളെ ഹമാസ് മോചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ജയിലിൽ കഴിഞ്ഞ 90 പാലസ്തീനികളെ ഇസ്രായേലും വിട്ടയക്കുകയും ചെയ്തു. ഈ അനുപാതത്തിലുള്ള കൈമാറ്റം 6 ആഴ്ച കൊണ്ടായിരിക്കും പൂർത്തിയാക്കുക. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം നിലവിൽ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പലായനം ചെയ്ത ആയിരങ്ങൾ ഗാസയിലേക്ക് അവരുടെ മടക്കയാത്ര ആരംഭിച്ചു. 3 മണിക്കൂറോളം വൈകിയാണ് വെടിനിർത്തൽ പ്രധാനമായും നടപ്പാക്കിയത്. വെടിനിർത്തലിന് അരമണിക്കൂർ മുമ്പ് വരെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടർന്നിരുന്നു. ഇതിനിടെ 19 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് സ്വയം പ്രതിരോധത്തിനുള്ള തങ്ങളുടെ അവകാശത്തിന് അടക്കം പിന്തുണ നൽകിയതിന് ഇന്ത്യക്ക് നന്ദിയെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റുവൻ അസർ പ്രതികരിക്കുകയുണ്ടായി. ബന്ദികളുടെ മോചനത്തിന് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിൽ വഴിയൊരുക്കും. സംഘർഷമുണ്ടാകാൻ ഹമാസ് വീണ്ടും ശ്രമിച്ചാൽ സമാധാനം നിലനിൽക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തലിനെ താൽക്കാലികമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമായും വിശേഷിപ്പിച്ചത്. അനിവാര്യമെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. ഇതിനിടെ കരാറിനെ എതിർത്ത് സഖ്യകക്ഷി നേതാവായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ രാജിവെച്ചത് നെതന്യാഹുവിന് ശരിക്കും സമ്മർദ്ദത്തിലാക്കി. വെടിനിർത്തലിനെ ഭീകരവാദത്തിന്റെ വിജയം എന്നാണ് അദ്ദേഹം പ്രധാനമായും വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയും സർക്കാർ വിട്ടു. ദേശീയവാദികളായ കൂടുതൽ മന്ത്രിമാർ രാജിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് ഉച്ചയ്ക്ക് 12-ന് പ്രാദേശിക സമയം രാവിലെ 8:30-നായിരുന്നു. 24 മണിക്കൂർ മുമ്പ് ബന്ദികളുടെ വിവരങ്ങൾ കൈമാറണമെന്ന വ്യവസ്ഥ ഹമാസ് തെറ്റിക്കുകയുണ്ടായി. ഇതിനിടയിലാണ് വെടിനിർത്തില്ലെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ട് ഗാസയിൽ ആക്രമണം നിർത്തി. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ റോമി ഗോനൻ, ഡെറോൺ സ്റ്റെയിൻബ്രെഞ്ചർ, ബ്രിട്ടീഷ് ഇസ്രയേലി പൗര എമിലി ഡമാരി എന്നിവരെ മധ്യ ഗാസയിൽ വെച്ച് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയിരുന്നു. ഗാസയ്ക്കുള്ളിലെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങി അതിർത്തിയിലെ സൈനിക ക്യാമ്പിലേക്കും തുടർന്ന് ടെൽ അവീവിലെ ഷെബ മെഡിക്കൽ സെന്ററിലേക്കും മാറ്റിയിരുന്നു. രാത്രി വൈകി പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കുകയും ചെയ്തു. 7-ാം ദിനം 4 ബന്ദികളെ കൂടി കൈമാറുന്നതായിരിക്കും. ആദ്യഘട്ടത്തിൽ 16-ാം നാൾ മുതൽ ചർച്ചകൾ തുടങ്ങും. വിജയിക്കുവാണെങ്കിൽ 42-ാം ദിവസം 2-ാം ഘട്ടം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കും. ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ വരികയും ചെയ്യും. 3-ാം ഘട്ടത്തിൽ ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതായിരിക്കും. തുടർന്ന് ഗാസയുടെ പുനർനിർമ്മാണവും തുടങ്ങും.